എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മദറിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം. പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീ ശരീരം കടന്നു പോകുന്ന ഫേസസ് പലതാണ് നമുക്കറിയാം. മെൻസ്ട്രേഷൻ, പ്യൂബർട്ടി, പ്രഗ്നൻസി, മെനോപോസ്, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും സ്ത്രീ ശരീരം പലതരം ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് പാത്രമാകുന്നു. കൂടാതെ ചില മെഡിക്കൽ കണ്ടീഷൻസ്, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, അതുപോലെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് മാൽഫങ്ഷൻസ്, ഇങ്ങനെ പല കാരണങ്ങൾ വേറെയും ഉണ്ട്. സ്വന്തം ഭക്ഷണത്തിനോ വിശ്രമത്തിനോ സമയം കണ്ടെത്താനാവാതെ പലവിധ ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ട് വല്ലാതെ സ്ട്രെസ്ഡാണ് ഭൂരിഭാഗം സ്ത്രീകളും. പലപ്പോഴും ദേഷ്യമായും സങ്കടമായും മറ്റ് പെരുമാറ്റ വൈകല്യങ്ങളായും ഒക്കെ പുറമേക്ക് ഇത് പ്രകടമാവുകയും ചെയ്യും. പുരുഷന്മാർ ആഘോഷങ്ങളും കൂട്ടുകാരും പുറം ലോകവുമായി കൂടുതൽ സമ്പർക്കത്തിലാവുന്നത് മൂലം മാനസിക സംഘർഷങ്ങൾ അവരെ ഇത്രത്തോളം ബാധിക്കുന്നുമില്ല. ചെറിയ പെൺകുട്ടികൾ മുതൽ അനുഭവിക്കുന്ന ഹോർമോണൽ ഇംബാലൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാനായി നമ്മുടെ പ്രിയപ്പെട്ട ദയാൽ സർ ഇന്ന് നമുക്കൊപ്പമുണ്ട്. ഏറെ സ്നേഹാദരങ്ങളോടെ സാറിനെ പെൺകുട്ടികളിൽ ഹോർമോണൽ ഇംബാലൻസ് എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു യു സർ. ഓക്കെ, നമുക്ക് ഈ പെൺകുട്ടികളിൽ സ്ത്രീകളിലും ഉണ്ടാകുന്ന ഹോർമോണൽ ഇൻബാലൻസ്, അതായത് ബാലൻസ്ഡ് അല്ലാത്ത രീതിയിൽ ഹോർമോൺ പ്രൊഡക്ഷൻ ആവശ്യത്തിന് ഉണ്ടാകാതിരിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാകുക, ഈ മാതിരിയുള്ള ഒരു ഹോർമോൺ ചേഞ്ചസ് സ്ത്രീകളിൽ വ്യാപകമായി കണ്ടുവരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹോർമോണൽ ഇൻബാലൻസിന്റെ കാരണം കൊണ്ട് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട്. സിസ്റ്റ് എന്ന് പറയുന്ന എപ്പോഴും ടെസ്റ്റ് റിപ്പോർട്ടുകൾ വരുന്നതാണ്. സിസ്റ്റ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ സിസ്റ്റ്, ട്യൂമർ, മുഴകൾ ഉണ്ടാകുന്നു. മെൻസസ് ഡിസോർഡർ സമയത്ത് വരാതിരിക്കുക, പ്രൊഫ്യൂസ്ഡ് ആയിട്ട് ശക്തമായിട്ട് വരിക, വന്നു കഴിഞ്ഞാൽ നിൽക്കാതിരിക്കുക, ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ. സാറിന്റെ മൈക്രോഫോൺ കട്ടായിട്ടുണ്ട്. കേൾക്കാൻ വയ്യ സാറിന്റെ ഒന്നും. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കാം. സാർ ഇപ്പോൾ കേൾക്കാം സാർ. നെറ്റ് കട്ടായതാണ്. കേൾക്കാം. അതായത് വണ്ണം വെക്കുന്നത് പോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് മെലിഞ്ഞു പോവുക. ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട്, പക്ഷേ ആള് മെലിഞ്ഞ് എല്ലും തൊലിയാകും. ഇതൊരു ഹോർമോണൽ ഇൻബാലൻസിന്റെ പ്രശ്നം കൊണ്ടാണ്. അതൊന്ന് ഹോർമോണൽ ഇൻബാലൻസ്, മെൻസസ് ഡിസോർഡർ, അമിതവണ്ണം, മെലിഞ്ഞു പോകൽ, രോമ വളർച്ച. പെൺകുട്ടികളിൽ അമിതമായി രോമം വളരുക, ആൺകുട്ടികളെ പോലെ രോമ വളർച്ച ഉണ്ടാവുക. അപ്പൊ അതൊരു വല്ലാത്ത സങ്കടകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. PCOD മിക്കവാറും എല്ലാവരും കണ്ടുവരുന്നതാണ് ഒരു PCOD എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ മനുഷ്യർക്ക് പേടിയാണ്. വേറൊന്ന് കണ്ടിട്ടുള്ളത്, നെറ്റിത്തടത്തിൽ മുടി മേലോട്ട് കയറി കഷണ്ടി ആകി പോവുക. കഷണ്ടി എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടാവുക. സാധാരണ പുരുഷന്മാരിലാണ് കഷണ്ടി ഉണ്ടാവുക, പക്ഷെ സ്ത്രീകളിൽ കഷണ്ടി ഉണ്ടാവുക. ഇത് മിക്കവാറും നെറ്റിത്തടം മേലോട്ട് കയറിയിട്ടാണ് ഇത് ഉണ്ടാവുക. വേറൊന്ന് ഞാൻ കണ്ടിട്ടുള്ളത്, വളരെ അത്ഭുതകരമായി 1-2 കേസ് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് കഷണ്ടി, ഒരു മുടി എന്ന് പറയുന്നത് പേരിന് മാത്രം തലേ, അതായത്
എക്സാക്ട്ലി കീമോതെറാപ്പി ചെയ്ത ഒരു പേഷ്യന്റ്, കീമോതെറാപ്പി ഇപ്പൊ ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി ചെയ്താല് ഒരു പേഷ്യന്റിന്റെ മുടി എങ്ങനെ ഇരിക്കും, തല എങ്ങനെ ഇരിക്കും? ഒരു കഷണ്ടി വളരെ നേർത്ത രോമം തലയിലുണ്ടാകും. എക്സാക്ട്ലി അതുപോലെയുള്ള 1-2 പേഷ്യൻസ് എൻ്റെ വന്നിട്ടുണ്ട്. ഞാൻ അവരെ വിശകലനം ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അത്ഭുതകരമായ ഒരു കാര്യമാണ് മനസ്സിലായത്. വളരെ അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, പ്രകൃതി തന്നെ, ശരീരം തന്നെ നാച്ചുറൽ കീമോതെറാപ്പി ചെയ്യുന്നുണ്ട്. അതായത് അവര് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, അറിഞ്ഞത് പോലുമില്ല. ക്യാൻസർ ആയിരുന്നു എന്ന് ഞാൻ എങ്ങനെ ഉറപ്പിക്കുക? ക്യാൻസർ വരാനുള്ള എല്ലാ കണ്ടീഷനും അവരിൽ ഉണ്ടായിരുന്നു താനും. ക്യാൻസർ നമ്മൾ ബയോപ്സി ഒന്നും ചെയ്തില്ല, അവരന്വേഷിക്കാനും പോയില്ല, ചികിത്സിക്കാനും പോയില്ല. പക്ഷേ ശരീരം സ്വയം കീമോതെറാപ്പി ചെയ്യുമെന്ന അത്ഭുതമായ ഒരു പ്രതിഭാസം എനിക്ക് ബോധ്യപ്പെട്ടത് ഈ 1-2 കേസിലാണ്. അവർ കഷണ്ടിയായിപ്പോയിരിക്കുന്നു. കീമോതെറാപ്പി ചെയ്താൽ 2ാമത് മുടി വരാറുണ്ട്. പക്ഷെ നാച്ചുറലായിട്ട് കീമോതെറാപ്പി നടക്കുന്ന പേഷ്യൻസിൽ മുടി വരാറേയില്ല. വളരെ അപൂർവമായി കുറച്ച് മുടികൾ, നേർത്ത മുടികളാണ് കണ്ടുവരിക. ഇതെല്ലാമാണ് ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ട് സംഭവിച്ച് കണ്ടിട്ടുള്ളത്. ഇത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം എല്ലാവരിലും ഭയം വരുന്നത് ഇത് ക്യാൻസറിലേക്ക് പോകുമോ, അപകടകരമാകുമോ എന്നുള്ളതാണ്. ഒരു ഭയവും വേണ്ട. ഒരു മുഴയുണ്ടെങ്കിൽ ആ മുഴയായിട്ട് തന്നെ അവിടെ ഇരിക്കും. PCOD വരികയും പോവുകയും ചെയ്യും, സിസ്റ്റ് വരികയും പോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, എന്തുകൊണ്ട് ഇത് വരുന്നു, ഇത് വരാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ നമ്മൾ എടുക്കണം. ഒരു കൃത്യമായ നടപടികൾ നമ്മൾ എടുത്താൽ 100% ഉറപ്പാണ് ഒരു ട്യൂമർ പോലും ക്യാൻസറിലേക്ക് പോവില്ല. ഈ ട്യൂമറുകളും നല്ല സാധനങ്ങളും താനെ മാറുകയും ചെയ്യും. അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടതാണെങ്കിൽ, സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ടതാണെങ്കിൽ ആ റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, ക്യാൻസറിലേക്ക് പോകാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ക്യാൻസർ വന്നവരും ക്യാൻസറിലേക്ക് വരാതിരിക്കാനും വേണ്ട എല്ലാ നടപടികളും എടുക്കണം. അതിന് ഈ ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഈ ഗ്രോത്ത് കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് ഗ്രോത്ത് ഉണ്ടാകാൻ ഒരു അൺനാച്ചുറൽ ഗ്രോത്ത്, ഇതെല്ലാം ഈ ട്യൂമറുകളും സിസ്റ്റും എല്ലാം ഒരു അൺനാച്ചുറൽ പെർഫോമൻസ് ആണ്, ഒരു അൺനാച്ചുറൽ ഗ്രോത്ത് ആണ്. ഈ അൺനാച്ചുറൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള കാരണം അൺനാച്ചുറൽ അന്നമാണ്. അതായത് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും കൊള്ളുന്നതുമായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ 5ഉം അൺനാച്ചുറൽ ആണ് എന്ന് മാത്രമല്ല, ഈ ഭക്ഷണത്തിലെ കുടിവെള്ളത്തിലും ഒന്നും ആവശ്യത്തിന് ന്യൂട്രീഷൻസ് ഇല്ല, ട്രേസ് എലമെന്റ്സ് ഇല്ല. അതും മാത്രമല്ല, കഴിക്കുന്ന വിഷമാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണത്. അപ്പോ ഇത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ഫുഡിലേക്ക് പരമാവധി പോണം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം ഇതാണ്. പരമാവധി പോയേ പറ്റൂ. അതിനുള്ള നടപടികൾ ഇനി എല്ലാവരും എടുത്തേ പറ്റൂ. അല്ലാതെ ഇതേമാതിരിയുള്ള PCOD സിസ്റ്റ് ഉള്ളവർ മാത്രം ചെയ്യാനുള്ള കാര്യമല്ല. സകല മനുഷ്യൻ, സകല പെണ്ണുങ്ങൾ, സ്ത്രീകളും ചെയ്തിരിക്കണം. എന്തുകൊണ്ട് സ്ത്രീകൾ? ഇത് ഡിസോർഡറുകൾ, ഹോർമോണൽ ഡിസോർഡറുകൾ പുരുഷന്മാരിൽ കാണുന്നുണ്ട്, പക്ഷെ വളരെ കുറവാണ്, പെർസെൻറ്റേജ് വളരെ കുറവാണ്. സ്ത്രീകളിൽ വരാനുള്ള കാരണം എന്താണ്? എല്ലാ മാസവും ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്ന ശരീരമായതുകൊണ്ടാണ്. എല്ലാ മാസവും മെൻസസ് ആകുന്നത് കൊണ്ട്, എല്ലാ മാസവും ഹോർമോണൽ ചേഞ്ചസ് നാച്ചുറലായിട്ട് നടക്കുന്നത് കൊണ്ടാണ് സ്ത്രീകളിലെ ഇത്രമാത്രം ആധിക്യത്തിൽ കാണാൻ കാരണം. ഗ്ലാൻഡുകൾക്ക് ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ ആവാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഗ്ലാൻഡുകൾക്ക് ആവശ്യത്തിന് ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ പറ്റാതെ പോവുക, അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കാതിരിക്കുക എന്നുള്ളതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ട്രേസ് എലമെന്റ് ഡെഫിഷ്യൻസിയാണ്. സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്ന
അയോഡിൻ, ബോറോൺ, സിങ്ക്, വനോയിഡിയം പോലെ ഏതാണ്ട് അറിയപ്പെട്ട 108, 110 ട്രേസ് എലമെന്റ്സുകളുണ്ട്. മനുഷ്യർ മനസ്സിലാക്കിയത് അത്രയേ ഉള്ളൂ. എന്നാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ട്രേസ് എലമെന്റുകൾ. ഈ ട്രേസ് എലമെന്റുകൾ ആവശ്യത്തിന് ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ല. ഈ ഒരൊറ്റ കാരണമാണ് ഇതിന്റെ പ്രശ്നം. അതായത് മനുഷ്യ ശരീരത്തിന് ലഭ്യമാകേണ്ട ട്രേസ് എലമെന്റ്സ്, സൂക്ഷ്മ മൂലകങ്ങൾ നമുക്ക് ലഭ്യമല്ലാതായിരിക്കുന്നു. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ അങ്ങനത്തേതാണ്. ഇതില് യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രേസ് എലമെന്റ് ആണ്, അതായത് സവിശേഷമായ ഒരു ട്രേസ് എലമെന്റ് ആണ് അയോഡിൻ. ഈ അയോഡിൻ ഇല്ലാതായാൽ ക്യാൻസറിന് കാരണമാണത്, വണ്ണം വെക്കുന്നതിന് കാരണമാണ്, മുടി കൊഴിച്ചിലിന് കാരണമാണ്, മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കാനുള്ള കാരണമാണ്, ഒരുപാട് തൈറോയിഡിന് കാരണമാണ്. അയോഡിൻ ഇല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലം ഉണ്ടാകും. അപ്പൊ ഇത് ഈ അയോഡിൻ എന്ന് പറയുന്ന ട്രേസ് എലമെന്റ് ഇന്ന് നമ്മൾ കഴിക്കുന്ന, ലോകം മുഴുവൻ കഴിക്കുന്ന, വളരെ കുറച്ച് വേറെ ഇല്ലേരിയയിലോ ആദിവാസികളിലോ എല്ലാം കാണുമായിരിക്കും, ഈ ലോകം മുഴുവൻ കഴിക്കുന്നവരുടെ ഭക്ഷണത്തിൽ തീർന്നു പോയിരിക്കുന്നു, ഇല്ലാണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് ഭക്ഷണത്തിൽ ഇല്ലാണ്ടായത്? ഭക്ഷണത്തിൽ ഇല്ലാതാകാൻ കാരണം മണ്ണിൽ തീർന്നത് കൊണ്ടാണ്. മണ്ണിൽ തീരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാല്, കൃഷി ചെയ്യുന്നത് നിരന്തരമായി ഒരേ സ്ഥലത്ത് തന്നെ ചെയ്യുകയും അവിടുന്ന് വിളവെടുത്ത് മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മണ്ണിൽ ട്രേസ് എലമെന്റ്സ് തീർന്നു പോകും. കുറച്ചേ ഉള്ളൂ, അതെല്ലാം തീർന്നു പോകും. നിരന്തരമായി ഒരേ സ്ഥലത്ത് ആവർത്തിച്ച് കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ ട്രേസ് എലമെന്റ്സ് തീർന്നു പോകും. ഇനി കൂടുതൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് രാസവളം കൂടി ഇട്ടിട്ട് കീടനാശിനിയും കൂടി തളിച്ചിട്ട് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തീർന്നു പോകും മണ്ണിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുടെ ആധുനിക കൃഷിശാസ്ത്രം പ്രചരിപ്പിച്ചത് രാസകൃഷി ആയതാണ്. അതിനവരെ കുറ്റം പറയാനല്ല. ആവശ്യത്തിന് പെരുകിയ ജനതയെ മുഴുവൻ തീറ്റിപ്പോറ്റേണ്ട ബാധ്യത സയൻസിനുണ്ട്. അതുകൊണ്ട് അവര് കൂടുതൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഒരു കെമിക്കൽ മെത്തഡോളജി എടുത്തു എന്ന് മാത്രം. പക്ഷേ അതുകൊണ്ട് മണ്ണിൽ ഈ ട്രേസ് എലമെന്റ് തീർന്നു പോയിരിക്കുന്നു എന്ന കാര്യം കണക്കിലെടുക്കാതെ പോയി എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ട്രേസ് എലമെന്റ് ഇല്ലാണ്ടായത്. ഈ ട്രേസ് എലമെന്റ് തിരിച്ച് മണ്ണിലേക്ക് എത്തിക്കാനുള്ള അറിവ് ജൈവ കൃഷി നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ട്രേസ് എലമെന്റ് ആണ് ഹോർമോണൽ ഇംബാലൻസിന്റെ മൂലകാരണം. അപ്പൊ ആ മൂലകാരണം മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല എല്ലാ ട്രേസ് എലമെന്റുകളും ഉള്ള ഭക്ഷണം നമ്മൾ കഴിച്ചേ പറ്റൂ. അതല്ലാതെ വേറെ അതിന് വഴിയില്ല. ഇനി കൃത്രിമമായി കൊടുക്കാമെന്ന് വിചാരിക്കുക, കൃത്രിമമായി കൊടുക്കാം. ഇപ്പൊ അയോഡിന്റെ ഡെഫിഷ്യൻസി ഇത്രമാത്രം രോഗത്തിന് കാരണമാകുമെന്നും ലോകം മുഴുവൻ ഇത് വ്യാപകമായിട്ടുണ്ട് എന്നും അറിയാവുന്നത് കൊണ്ടാണ് അയോഡിൻ ചേർത്ത ഉപ്പ് ലോകാരോഗ്യ സംഘടന റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യർക്കും ഇത് കൊടുത്തിരിക്കണം, അയോഡൈസ്ഡ് സാൾട്ട് കൊടുത്തിരിക്കണം. പക്ഷെ ഈ അയോഡിൻ ചേർത്ത ഉപ്പ് 100% ഫെയിലിയറായി തീർന്നിരിക്കുന്നു. ജനിക്കുമ്പോൾ മുതൽ അയോഡൈസ്ഡ് സാൾട്ട്, അയോഡിൻ ചേർത്ത ഉപ്പ് കഴിക്കുന്ന കുട്ടികൾക്കും ഹോർമോണൽ ഇൻബാലൻസ്, തൈറോയിഡ്, ക്യാൻസർ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് പഠനം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗവൺമെന്റ് പഠനം നടത്തേണ്ടതാണ്, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. കല്ലുപ്പ് നിരോധിച്ചുകൊണ്ട് അയോഡിൻ ചേർത്ത ഉപ്പ് കൊടുത്താൽ കൺസിക്യൂട്ടീവായിട്ട് ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത് ഫലപ്രദമാണോ അല്ലയോ എന്ന് പഠനം നടത്തേണ്ടതല്ലേ? ഒരു പഠനവും നടത്താത്തതിന്റെ അനന്തരഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അയോഡിൻ ചേർത്ത ഉപ്പ് സപ്ലൈ ചെയ്തു, അത് ഫലപ്രദമാണ് എന്ന് മുൻവിധിയോടെ ധാരണ വെച്ച് പുലർത്തുന്നു ഗവൺമെന്റും ശാസ്ത്രജ്ഞരും. ശാസ്ത്രജ്ഞരാണ് ഇത് ഉറക്കെ പറയേണ്ടത്. നമ്മളൊരു പുതിയ സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിന്റെ വിജയ പരാജയങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതല്ലേ? ഓരോ 5 വർഷം കൂടുമ്പോൾ പരാജയപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ ഒരു പഠനം നടത്തിയാൽ ശാസ്ത്ര ലോകത്തിന് തന്നെ വ്യക്തമായി മനസ്സിലാകും അയോഡൈസ്ഡ് സാൾട്ട് പരാജയമാണ്. അയോഡിന്റെ പരാജയപ്പെട്ടുവെങ്കിൽ കൃത്രിമ വഴികൾ വേറെ വല്ല ട്രേസ് എലമെന്റും എടുത്താൽ സാധ്യമാകുമോ? അയോഡിന്റെ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ജൈവമാർഗത്തിൽ എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്.
ജൈവമാർഗത്തിൽ ലഭ്യമാക്കാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യണം. മാർക്കറ്റിൽ ട്രേസ് എലമെന്റ് നിറഞ്ഞ ഭക്ഷണം എത്താൻ ഇനിയും കുറെ കാലതാമസം വരും. ഇനിയും വരും കാലതാമസം. മാർക്കറ്റിൽ എത്തും ഇത്, പക്ഷേ കാലതാമസമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഈ ട്രേസ് എലമെന്റ് എല്ലാം കിട്ടുന്ന തരത്തില് കുറച്ച് തക്കാളി, ഒരു 5 ചോട് തക്കാളി, ഒരു 2 ചോട് മത്തൻ, ഒരു 5 ചോട് പൈനാപ്പിള്, കുക്കുംബർ, കുറച്ച് ഒരു ചോടെങ്കിലും കുക്കുംബർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നാം നട്ടേ പറ്റൂ. ഈ ചെടികൾക്കെല്ലാം തന്നെ കടൽ വെള്ളം എടുത്ത് 30 ലിറ്റർ വെള്ളം ചേർത്ത് ഡൈല്യൂട്ടാക്കി നേരിയ തോതിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കുറച്ച് കൊടുക്കണം. അത് കടൽ പായൽ വളം കിട്ടും, മാർക്കറ്റിൽ ഇട്ട് കൊടുക്കണം. കടൽ കക്ക പൊടിച്ചത് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്, ഇപ്പോൾ അതും ഇട്ട് കൊടുക്കണം. കടൽ മീനിന്റെ വേസ്റ്റ് എടുത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇത്രയും 4-5 ചെടികൾ. തക്കാളി വളരെ വിശേഷപ്പെട്ടതാണ്. തക്കാളി നമുക്ക് വീട്ടിൽ കിളിപ്പിച്ചെടുക്കാം. അതിന് പക്ഷേ ഈ വളങ്ങളെല്ലാം കൊടുക്കണം. കടൽ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ട്രേസ് എലമെന്റ് കിട്ടും. ഉറപ്പുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ആ രീതിയിൽ ഉണ്ടാക്കിയ തക്കാളി കരിങ്കല്ല് പോലെയാണ് ഇരിക്കണത്. കരിങ്കല്ല് പോലെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ട്രേസ് എലമെന്റ് റിച്ച് ആയിരിക്കണം. ഇനി ഏതെല്ലാം ട്രേസ് എലമെന്റ് അതിനകത്ത് വന്നു എന്നുള്ളത് ലാബിൽ പരിശോധിച്ചാലാണ് നമുക്ക് അറിയാൻ പറ്റുക. അതുകൊണ്ടാണ് കുക്കുംബറിലും കൊടുക്കാം. ഇപ്പൊ കുക്കുംബറും കഴിക്കാം, തക്കാളിക്കും കൊടുക്കാം ഈ വളങ്ങൾ, തക്കാളി കഴിക്കാം. പൈനാപ്പിളിനും കൊടുക്കാം, പൈനാപ്പിൾ കഴിക്കാം. മത്തൻ കഴിക്കാം. ഇങ്ങനെ നമ്മൾ ഒരു പരിഹാരത്തിലേക്ക് എല്ലാവരും മെനക്കെട്ട് പണിയെടുത്തേ പറ്റൂ. കാരണം ഇന്ന് മാർക്കറ്റിൽ ഇത് ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, വൻമരങ്ങൾ ഇപ്പൊ പ്ലാവ്, മാവ് പോലെയുള്ള മരങ്ങളിലെ പഴങ്ങൾ, ഞാവല്, പേര, പ്ലാവ്, മാവ് പോലെയുള്ള മരങ്ങളുടെ ഫ്രൂട്ട് കുറേയൊക്കെ കഴിക്കണം നമ്മൾ. ഇപ്പൊ നെല്ലായാലും ശരി, ഗോതമ്പായാലും ശരി, പച്ചക്കറികളായാലും ശരി, അതിന്റെ റൂട്ട് മാക്സിമം 1.5-2 അടി, അതിൽ കൂടുതൽ പോവില്ല. ആ 1.5-2 അടിയിലുള്ള ട്രേസ് എലമെന്റും മൂലകങ്ങളും മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റൂ. എന്നാൽ ഒരു പ്ലാവിന്, ഒരു മാവിന്, ഒരു ഞാവലിന് എത്രയോ അടി ദൂരെ പോയി മണ്ണിലുള്ള ട്രേസ് എലമെന്റ് കൊണ്ടുവന്ന് അത് പഴത്തിനാക്കി തരാൻ പറ്റും. അതാണ് അത് കഴിക്കാൻ പറ്റുക. ആ ട്രേസ് എലമെന്റ് ഡെഫിഷ്യൻസി മേക്കപ്പ് ചെയ്യാൻ ഇത്തരം പഴങ്ങൾക്ക് സാധ്യമാണ്. അതുകൊണ്ട് പഴങ്ങൾ ധാരാളം കഴിക്കാൻ നോക്കണം. ധാരാളം പഴങ്ങൾ കഴിക്കാൻ. ആ എല്ലാ ട്രേസ് എലമെന്റും അതിനകത്തുണ്ടാകും. ഒന്ന്, നമ്മൾ ഇതുപോലെയുള്ള തക്കാളിയിലും പൈനാപ്പിളിലും മത്തനിലും വെള്ളരിയിലും കുക്കുംബറിലും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. മറ്റൊന്ന്, രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സ് വരുന്ന സാധനങ്ങൾ ധാരാളം കഴിക്കുക. ഇതാണ് നമ്മൾ ഒരു സാധ്യത ട്രേസ് എലമെന്റ് ഡെഫിഷ്യൻസി മേക്കപ്പ് ചെയ്യാൻ. അയഡിൻ ഇല്ലാണ്ടായാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള ട്രേസ് എലമെന്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടെങ്കിലും ശരീരത്തിന് അത് എടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് അയഡിൻ കിട്ടിയേ പറ്റൂ. അതാണ് അത് യുണീക്ക് ആകാൻ കാരണം. അതാണ് അതുകൊണ്ടാണ് അയഡിൻ ചേർന്ന അകത്തിപ്പൊടി സകലരും കഴിക്കണമെന്ന് പറയാൻ കാര്യം. ഇപ്പൊ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അകത്തി എഴുതി കൊടുക്കും. കാര്യം എന്താണ്? അവർ പറയണത് തൈറോയ്ഡ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു, പക്ഷെ തൈറോയ്ഡ് പ്രോബ്ലം ഒന്നും കണ്ടില്ല. അതിന്റെ വേറെ എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്തു, എന്നിട്ടും പ്രശ്നമൊന്നുമില്ല. പക്ഷെ മുടി ധാരാളമായിട്ട് പൊഴിയുന്നു. നാളെ തൈറോയ്ഡ് പ്രോബ്ലം ആകും എന്നതിന്റെ ലക്ഷണമാണത്. അതുകൊണ്ട് തൈറോയ്ഡ് ക്ലിനിക്കലി പ്രൂവ് ചെയ്തില്ലെങ്കിലും മുടി ശക്തമായി പൊഴിയുന്നു എങ്കിൽ അയഡിൻ ചേർന്ന അയഡിൻ ചേർന്ന ഒരു പഴമാണ് ഞാവൽ. അതുകൊണ്ട് ഇനിയത്തെ സീസണിൽ, ഇനി വരാൻ പോകുന്ന ഞാവൽ പഴ സീസണിൽ പരമാവധി ഒരു 30-50 പഴമെങ്കിലും കഴിക്കാൻ എല്ലാവരും ശ്രമിക്കണം. അത് അവൈലബിൾ ആയിട്ടുള്ളവർ എല്ലാ വീടുകളിലും എത്തിക്കാനും ശ്രമിക്കണം. അതായത് ഞാവൽ പഴത്തിന്റെ
ഒരു ദിവ്യ പഴമായിട്ട് അതിനെ കാണുക. ആ ഞാവൽപ്പഴത്തിൽ ഇതുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാവൽപ്പഴം ഒരു സീസണിൽ 15ഓ 20ഓ ഞാവൽപ്പഴം കഴിച്ചാൽ ഒരു വർഷത്തേക്കുള്ള അയഡിൻ സെക്യൂർഡ് ആയി കഴിഞ്ഞു, ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞു. അടുത്ത സീസണിലും അതുപോലെ കഴിക്കാൻ നോക്കുക. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഞാവലുള്ള വീണു പോവുകയാണ് ഞാവൽപ്പഴങ്ങൾ മുഴുവൻ. റോഡ് റമ്പിലുള്ളത് വീണു പോകുന്നു, തല നിൽക്കുന്നത് ആരും തന്നെ ശേഖരിക്കുന്നില്ല, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഞാവൽപ്പഴത്തിന്റെ പൊടി മാർക്കറ്റിൽ ഇറക്കിയത്, അകത്തിയുടെ പൊടി മാർക്കറ്റിൽ ഇറക്കിയത്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ വർഷം മുതൽ ഞാവൽ മരങ്ങൾ ഉള്ളിടങ്ങളിൽ പഴമുണ്ടായാൽ അത് പരിപൂർണമായി ഒരെണ്ണം പോലും കളയാതെ, അത് താഴെ വീണ് പൊട്ടിച്ചെതറിപ്പോകാതെ ശേഖരിക്കുകയും നമ്മൾ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ കഴിക്കാവുന്നത്ര കഴിക്കുകയും ബാക്കിയുള്ളവ മറ്റുള്ള വീടുകളിലേക്ക് കൊടുക്കുകയും ചെയ്യുക. അതൊരു നമ്മളുടെ ഒരു സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് എല്ലാവരും എടുക്കണം. ഈ അയഡിന്റെ പോരായ്മ ട്രേസ് എലമെന്റ്സിന്റെ പോരായ്മ എല്ലാ PCODക്കും സിസ്റ്റിനും എല്ലാത്തിനും കാരണമാണ്. മുഴയ്ക്ക് എല്ലാത്തിനും, ക്യാൻസറിനും എല്ലാത്തിനും കാരണമാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലായോ. അത് കൂടാതെ ഈ അയഡിൻ പോലെയുള്ള ട്രേസ് എലമെന്റ് ഉള്ള ഭക്ഷണം ഉള്ളിൽ ചെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ ഗ്ലാൻഡുകൾ ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറമേ നിന്നുമുള്ള ഒരു ഹോർമോൺ സപ്പോർട്ട് കൂടി വേണം. ഒരു ഹോർമോൺ സപ്പോർട്ട് ചെയ്യണം. ഇതിലാണ് നമ്മൾ കഴിക്കേണ്ടത് ഓർഗാനിക് ഗ്രീൻ ടീ കുടിക്കണം. ഇപ്പൊ ചായ കുടിക്കരുത് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഓർഗാനിക് ഗ്രീൻ ടീ കുടിക്കണം. അതിനകത്ത് പഞ്ചസാര ഇടാതെ അത് വളരെ ജൈവ രീതിയിൽ ഉണ്ടാക്കിയ ഓർഗാനിക് ഗ്രീൻ തേയില മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മേടിച്ചിട്ട് ഒരു കപ്പ് വീതം 2 നേരം കഴിച്ചാൽ അതിൽ നിന്നും കുറെ ഹോർമോൺ മനുഷ്യ ശരീരത്തിന് കിട്ടും. കാരണം തേയില എന്ന് പറയുന്നത് തളിരിലയാണ്. സകല തളിരിലകളിലും ഹോർമോൺ ഉണ്ട്. ഇപ്പൊ തേയില കുടിക്കില്ല, ഞാൻ ചായ കുടിക്കില്ല എന്ന് നിർബന്ധമാണെങ്കിൽ നമ്മുടെ മാവിന്റെ തളിരില, പേരയുടെ തളിരില, ഇതുപോലെ നമ്മൾ കഴിക്കുന്ന പഴങ്ങളുടെ തളിരില കഴിച്ചാലും മതി. അത് ചമ്മന്തിയിൽ അരച്ച് കഴിക്കാം, കരിക്കിൻ വെള്ളത്തിൽ കഴിക്കാം, തേങ്ങാ വെള്ളത്തിൽ കഴിക്കാം. ഈ തളിരിലകൾ നമ്മൾ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഹോർമോൺ കൊടുക്കാൻ പറ്റും. അതായത് മനസ്സിലാക്കേണ്ടത്, ട്രേസ് എലമെന്റ് കൊടുത്താൽ മാത്രം അത് ഫങ്ഷൻ ചെയ്യുമെന്ന് കരുതരുത്. അതിനോടൊപ്പം തന്നെ ഈ ഹോർമോൺ കൂടി കൊടുക്കണം. ഇനി മറ്റൊരു സാധനം ചെമ്പരത്തി മൊട്ടാണ്. ചെമ്പരത്തി മൊട്ട് അത് നമ്മുടെ നാടൻ ചെമ്പരത്തി ആണെങ്കിൽ നല്ലത്. ചെമ്പരത്തി മൊട്ട് നാളെ വിടരുന്ന മൊട്ട്, അത് നാളെ വിടരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഹോർമോൺ ഉണ്ട്. ഒരു പൂ വിടരണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഹോർമോൺ വേണം. ആ ഹോർമോൺ വളരെ വിലപ്പെട്ട ഹോർമോണാണ്. മനുഷ്യ ശരീരത്തിന് അപ്രോപ്രിയേറ്റ് ആണ്, വിലപ്പെട്ടതാണ്. ഞാൻ സാധാരണഗതിയിൽ കൊടുത്തിട്ടുള്ളത്, തളിരില കൊടുക്കും, ഒരു 4-5 ചെമ്പരത്തി മൊട്ട് ചവച്ച് തിന്നോളാൻ പറയും. അപ്പൊ ചെമ്പരത്തി ഇല്ലാത്ത വീടുകൾ ചെമ്പരത്തി കമ്പ് വെട്ടിക്കുത്തിക്കൊള്ളുക ഈ മഴക്കാലത്ത്. കാരണം ഒരു ചെമ്പരത്തി, നമ്മളുടെ നാടൻ ചെമ്പരത്തി വീടിന്റെ മുറ്റത്ത് ഉണ്ടായിരിക്കട്ടെ. അത് നമ്മളുടെ ഹോർമോൺ ചേഞ്ചസ് മേക്കപ്പ് ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു സസ്യമാണ്, ഒരു വിലയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇതിനെപ്പറ്റി ഞാൻ ആദ്യമേ പറഞ്ഞു, ഭയം വേണ്ട. ഒരു ട്യൂമർ ഉണ്ട്, ഭയം വേണ്ട. ഒരു ട്യൂമർ ഉണ്ട്, ഭയം. സിസ്റ്റ് ഉണ്ട്, ഭയം വേണ്ട. PCOD ഉണ്ട്, ഭയം വേണ്ട. ക്യാൻസറിലേക്ക് പോകാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ ഇരിക്കുന്നത് വളരെയധികം കുറ്റകരമായ വീഴ്ചയാണ്. അതായത് എന്തെങ്കിലും ഒരു ഡിസോർഡർ വന്നു, അൺനാച്ചുറൽ ഗ്രോത്ത് വന്നു, അവിടെ നമ്മൾ അശ്രദ്ധയായി അത് തള്ളിക്കളയരുത്. പേടിച്ച് മിണ്ടാതിരിക്കരുത്, പറയാതിരിക്കരുത്. ഇതിനുള്ള പരിഹാരം നമുക്ക് ക്യാൻസറിലേക്ക് പോകാതിരിക്കാനുള്ള മെഷറുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നിത്യജീവിതത്തിൽ. അതിൽ ഒന്നാമത് എടുക്കുന്നത്, ക്യാൻസർ അസിഡിക് മീഡിയത്തിലെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരിക്കണം. ആൽക്കലൈൻ മീഡിയത്തിൽ ക്യാൻസർ സെൽ വളരില്ല. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
അസിഡിക് മീഡിയത്തിലെ ക്യാൻസർ സെൽ ഡെവലപ്പ് ചെയ്യൂ. ഈ അസിഡിറ്റി മാറ്റാനുള്ള വഴികളാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് കുക്കുംബർ ജ്യൂസ് തരുന്നത്. കുക്കുംബർ അത് ആൽക്കലൈൻ ആണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത് നമ്മുടെ കെമിസ്ട്രിയാണത്. ആസിഡും ആൽക്കലൈനും കൂടി ചേർന്നാൽ ന്യൂട്രലായി പോകും. അതായത് അസിഡിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ ആൽക്കലൈൻ, ക്ഷാരാംശം കൂടിയ വെള്ളം കുടിച്ചാൽ മതി. ഈ ക്ഷാരാംശം കൂടിയ വെള്ളമാണ് കുക്കുംബറിനകത്തുള്ളത്, കുമ്പളങ്ങയിലുള്ളത്, പിണ്ടി നീരിലുള്ളത്, ചൊരക്കയിലുള്ളത്, പടവലങ്ങയിലുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ജ്യൂസ് എടുത്ത് കുടിച്ച് അസിഡിറ്റിയെ നിങ്ങൾ കളയുമെങ്കിൽ നിങ്ങൾ ക്യാൻസറിനെ പറ്റി പേടിക്കുകയേ വേണ്ട. എത്ര ഡിസോർഡർ ഉണ്ടെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അസിഡിക് മീഡിയത്തിലേ ക്യാൻസർ വരുമെന്നുള്ളതാണ്. മറ്റൊന്ന്, അയഡിൻ ഉണ്ടായിരിക്കണം. അയഡിന്റെ പോരായ്മ ക്യാൻസറിന്റെ മൂലകാരണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് തൈറോയ്ഡ് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തൈറോയ്ഡ് ഗ്ലാൻഡുകൾ നീക്കാൻ ഡോക്ടർമാർ നിർബന്ധിക്കുന്നത്. കാരണം അവിടെ ഒരു ഇൻഡിക്കേഷൻ കിട്ടി, ക്യാൻസറിലേക്കുള്ളതാണ് എന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടി. ഇതിന് അയഡിൻ ഉള്ള, നേരത്തെ ഞാൻ പറഞ്ഞ ഞാവൽപ്പഴവും അകത്തിച്ചെടിയും, ഇനി തൈറോയ്ഡ് ഇല്ലെങ്കിലും കഴിക്കണം, എല്ലാവരും കഴിക്കണം. ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ വേണ്ട, അതല്ല എങ്കിൽ എല്ലാവരും കഴിക്കണം. അപ്പൊ അകത്തി എന്ന് പറയുന്നത് ഒരു കോമൺ ഫുഡ് ആക്കുക. കോമൺ ഫുഡ് എല്ലാവരും ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ ഉടനെ ചോദിക്കുക, എന്തുകൊണ്ട് കുറച്ചു പേർക്ക് വന്നു കുറച്ചു പേർക്ക് വന്നില്ല എന്ന്. കുറച്ചു പേര് പ്രതിരോധ ശക്തി അല്പം കൂടുതലുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അവരും പക്ഷേ നാളെ കീഴടങ്ങും. കാരണം ട്രേസ് എലമെന്റ് കിട്ടിയില്ലെങ്കിൽ ശരീരത്തിന് നിൽക്കാൻ പറ്റില്ല. ഇത് മരുന്നുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ഹോമിയോ ഡോക്ടർമാരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് മരുന്നുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. മരുന്നുകൊണ്ട് ഗ്ലാൻഡിന്റെ ഫങ്ഷൻ ശരിയാക്കാൻ പറ്റിയേക്കും. പക്ഷേ ഈ ട്രേസ് എലമെന്റുകൾ പുറമേ നിന്നും ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കേണ്ടതാണ്. അത് നമ്മൾ ചെയ്യേണ്ട പ്രക്രിയയാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യണം. അയഡിൻ ഉണ്ടായിരിക്കണം എല്ലാ ഡ്രസ്സിനും. വിയർക്കാത്തവർ, ശരീരം വിയർക്കാത്തവർ, മാന്യമായി വിയർക്കാത്തവർ, അവിടെയും ഇവിടെയും കുറേശ്ശെ വിയർത്തിട്ട് കാര്യമില്ല. നന്നായിട്ട് വിയർക്കാത്തവർ വിയർപ്പിച്ചിരിക്കണം. അത് സിസ്റ്റ് ഉണ്ടെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിലും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തിരിക്കണം. ഇല്ലെങ്കിലും വിയർക്കാത്തവർ വിയർപ്പിക്കണം. അല്ലെങ്കിൽ അവർ ലിവർ സിറോസിസിലേക്ക് പോകും. അതായത് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസിലേക്ക് പോകുന്നത് വിയർക്കാത്തതാണെന്ന് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റ ചോദ്യമേ ചോദിക്കാറുള്ളൂ, വിയർക്കാറുണ്ടോ? ഞാൻ വിയർക്കാറില്ല സാറേ, കൊച്ചിലെ മുതൽ വിയർക്കില്ല, എന്ത് ചെയ്താലും വിയർക്കില്ല എന്ന് പറയുന്നു. വിയർക്കാത്തവരെല്ലാം ബി കെയർഫുൾ, വിയർപ്പിക്കണം. എന്ത് നടപടി അതിന് നമ്മൾ തൈലം ഉണ്ടാക്കിയിട്ടുണ്ട്. നാരങ്ങ തൈലം, പരിണിത ക്ഷീരകേര തൈലം, ഗംഭീര തൈലം പോലെയുള്ള തൈലങ്ങൾ പുരട്ടി ദേഹമാസകലം പുരട്ടി സ്റ്റീം ബാത്ത് എടുത്ത് ആ ഉപ്പിനെയും ആസിഡിറ്റിയെയും പുറന്തള്ളിക്കളയണം. കോശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഉപ്പ് വിയർപ്പിന്റെ സ്വാദ് ഉപ്പല്ലി, അതിനൊരു പുളിയും കൂടിയുണ്ട്. അത് പുളി എന്ന് പറഞ്ഞാൽ അസിഡിറ്റിയും ഉപ്പെന്ന് പറഞ്ഞാൽ സോഡിയവുമാണ്. സോഡിയം ബേസ്ഡ് സെൽ ഇൻ ആൻ അസിഡിക് സിറ്റുവേഷൻ, അവിടെയാണ് ക്യാൻസർ രൂപപ്പെടുക. വലിയ മനുഷ്യരുടേത്, 11 വയസ്സ് കഴിഞ്ഞ മനുഷ്യരുടേത് പൊട്ടാസ്യം സെല്ലായിരിക്കണം, സോഡിയം സെല്ലല്ല, പൊട്ടാസ്യം സെൽ. അപ്പൊ പൊട്ടാസ്യം ഏറ്റവും കൂടുതലുള്ളത് തേങ്ങയിലുണ്ട്, തേങ്ങാ വെള്ളത്തിലുണ്ട്, കരിക്കൻ വെള്ളത്തിലുണ്ട്, വാഴപ്പഴങ്ങളിലുണ്ട്. ഇതെല്ലാം കുറേശ്ശെ കഴിച്ചിട്ടിരുന്നാൽ പൊട്ടാസ്യമായി. പക്ഷെ വിയർപ്പിക്കുകയും ചെയ്യണം. ഒരു സ്ക്വയർ ഇഞ്ചിൽ 650 സുഷിരങ്ങളുണ്ട്. ഈ 650 സുഷിരങ്ങളിലൂടെയും വിയർപ്പ് വെളിയിൽ പോകണം. അതിലൊരു ദാക്ഷിണ്യം ആരും വിചാരിക്കരുത്. അത് വിയർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ചേംബർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ചേംബർ മേടിക്കാൻ കാശില്ലാത്തവർ ഈ തൈലം പുരട്ടിയിട്ട് വെയിലത്ത് കിടന്ന് കംപ്ലീറ്റ് മുതച്ച് വാഴയില വെട്ടിയിട്ട് വാഴയിലേക്ക് കിടന്ന് തൈലം പുരട്ടി വാഴയിലേക്ക് കിടന്ന് കമ്പിളി പുതപ്പിട്ട് മൂടിയിട്ടാണെങ്കിലും വിയർപ്പിക്കണം.
അങ്ങനെ വിയർപ്പിക്കാനുള്ള നടപടി നമ്മൾ എടുത്തേ പറ്റൂ. വിയർക്കാത്തവർ ഉടനടി വിയർപ്പിക്കണം. വിധിച്ച ഭക്ഷണം, അതായത് വേവിക്കാത്ത ഭക്ഷണം പരമാവധി കഴിക്കാൻ ശ്രമിക്കുക. പരമാവധി എത്രമാത്രം കഴിക്കാമോ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പഴങ്ങൾ, നല്ല മാങ്ങ, ഓറഞ്ച്, ആപ്പിള്, പിന്നെ വേണ്ടി വരുന്നാല് നമുക്ക് അവക്കാഡോ, എന്തെല്ലാം പഴങ്ങൾ കഴിക്കും, ഞാവല്, കാട്ടുപഴങ്ങൾ, ഞാവല്, ഈ മാതിരിയുള്ള ഒരുപാട് കാട്ടുപഴങ്ങൾ നമുക്ക് കിട്ടുമെങ്കിൽ കഴിക്കുക. വിധിച്ച ഭക്ഷണം പരമാവധി ചെയ്യണം. മറ്റൊന്ന്, എക്സർസൈസ് ചെയ്യണം. നമ്മൾ എക്സർസൈസ് താമസിയാതെ തന്നെ ഫുള്ളായിട്ടുള്ള എക്സർസൈസ് യൂട്യൂബിലിടും. ഫുൾ ആ ഒരു എക്സർസൈസ് ചെയ്താൽ ഒരുമാതിരിപ്പെട്ട ഒരു രോഗം വരാതിരിക്കാനുള്ള ആ ഒരു തരത്തിലുള്ള ഒരു എക്സർസൈസ് ആയിരിക്കും വിടുക. താമസിയാതെ തന്നെ അത് യൂട്യൂബിൽ വരും. അത് മുടങ്ങാതെ ചെയ്യുക. കാരണം ശരീരത്തിലുള്ള മാലിന്യങ്ങൾ വെളിക്കളയാനുള്ള ഒരു എക്സർസൈസ് ആണത്. അതോടൊപ്പം പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികളും നമ്മൾ എടുത്തിരിക്കണം. അതായത് ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രതിരോധം, ജലദോഷം മുതൽ ക്യാൻസർ വരെ വരാതിരിക്കാനുള്ള പ്രതിരോധം. ഈ പ്രതിരോധം തരുന്നത് വിറ്റാമിൻ സി ആണ്. അപ്പൊ വിറ്റാമിൻ സി ഭക്ഷണത്തിലൂടെ കഴിക്കാൻ പറ്റുന്നത് നെല്ലിക്ക, പേരക്ക, നാരങ്ങ. ഇത് മൂന്നും കഴിക്കാൻ പറ്റുന്നവർ മൂന്നും കഴിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എല്ലാ ദിവസവും കഴിക്കണം. ഒരു നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കണം. ഒരു ദിവസം ഒരു നാരങ്ങ വെള്ളം, ഉപ്പോ മധുരം ഇടാതെ അങ്ങ് കുടിക്കുക. പേരക്ക കിട്ടാവുന്നത്രയും കഴിക്കുക. വിറ്റാമിൻ സി അതിനകത്തുണ്ട്. നെല്ലിക്ക കഴിക്കുക. നെല്ലിക്ക ചമ്മന്തിയിൽ അരച്ച് കഴിക്കുക. കിട്ടാവുന്നത്ര നെല്ലിക്ക കഴിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ, നിങ്ങൾക്ക് ട്യൂമർ ഉണ്ടെങ്കിൽ, സിസ്റ്റ് ഉണ്ടെങ്കിൽ, PCOD ഉണ്ടെങ്കിൽ ഒരു ഭയവും വേണ്ട, അത് ക്യാൻസറിലേക്ക് പോകില്ല. ഒരു കാരണവശാലും ക്യാൻസറിലേക്ക് പോകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു കാര്യം. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച്, എന്നിട്ട് ട്രേസ് എലമെന്റ് വേണ്ടത് കൊടുക്കണം. അതിന്റെ ഹോർമോൺ കൊടുത്തുകൊണ്ടേയിരിക്കുക. എല്ലാം ഓർഡറിലാക്കി എടുക്കണം. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം ഹോമിയോ മരുന്നുകൾ ഉപയോഗിച്ചുകൊള്ളുക. എല്ലാത്തിനും ഹോമിയോ മരുന്നുകൾ ഉണ്ടെങ്കിൽ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കാം. ഹോമിയോ മരുന്നാണ് ഫസ്റ്റ് പ്രിഫറൻസ്. സെക്കൻഡ് പ്രിഫറൻസേ ഉള്ളൂ ആയുർവേദത്തിന്. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ തേർഡ് പ്രിഫറൻസ് ആയിട്ട് ആധുനിക ചികിത്സാ ശാസ്ത്രത്തിലേക്ക് പോവുക. എല്ലാത്തിനും ഇപ്പൊ ഒരു സിസ്റ്റ് ഉണ്ട്, ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് എന്റെ മരുന്ന് വാങ്ങിക്കുക. ഇപ്പൊ നമ്മുടെ ഐശ്വര്യ ഉണ്ണി നമ്മുടെ ക്ലാസ്സിൽ വന്ന് പാടിയത് ഹോമിയോ ഡോക്ടറാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോ ഡോക്ടറിലേക്ക് പോയിട്ട് പല ഹോമിയോ ഡോക്ടർമാരുണ്ട്. അവരെ പോയിട്ട് കണ്ടിട്ട് ഇതിനുള്ള മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നത് മുടക്കരുത്, കഴിക്കാം. അതായത് ഭക്ഷണത്തിലൂടെയും ജീവിത രീതിയിലൂടെയും നമ്മൾ എടുക്കാനുള്ള സർവ്വ മെഷറുകളും എല്ലാം നമ്മൾ എടുത്തിരിക്കണം. അല്ലാതെ നമ്മൾ അതിനെ നിസ്സാരമാക്കി കളയരുത്. ഈ മാതിരി കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ യാതൊരു പ്രശ്നവും പേടിക്കേണ്ടതില്ല. മറ്റൊന്ന്, മെന്റൽ സ്ട്രെസ് ഒഴിവാക്കിയിരിക്കണം. അതായത് മാനസികമായ സംഘർഷങ്ങൾ, പക, വിദ്വേഷം, വെറുപ്പ്, ഭയം നമ്മൾ പറ്റും. അതായത് ഒരു കാരണവശാലും ഒന്നിനെയും ഭയപ്പെടരുത്. ക്യാൻസറിനെ ഭയപ്പെടരുത്. കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നറിയില്ല, കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തേ പറ്റൂ എന്നുള്ള അതൊരു നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ ശരീരത്തിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട നടപടികൾ നമ്മൾ എടുക്കുക. അതായത് ആരോടും പക വെച്ചോണ്ടിരിക്കരുത്, ആരോടും പക വയ്ക്കരുത്. ആരെന്ത് തെറ്റ് നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ക്ഷമ കൊടുക്കണം. നമ്മൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അറിയാതെ തെറ്റ് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയണം. ഇത് ആരോടും നേരിട്ട് പോയി മുഖാമുഖം പറയാനുള്ള കാര്യമല്ല. വീട്ടിൽ കട്ടിലേൽ ഇരുന്നു കൊണ്ട് രാവിലെയും വൈകിട്ടും ക്ഷമ പറഞ്ഞ് മനസ്സിന്റെ ഭാരം അങ്ങോട്ട് കുറച്ചു കളയുക. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇത് മനസ്സിൽ പറഞ്ഞാൽ മതി, നേരിട്ട് പറയണ്ട, ഒച്ച പറയണ്ട. മറ്റുള്ളവർ എന്നോട് ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു,
ഈ രണ്ട് കാര്യങ്ങൾ അതിപ്രധാനമാണ്. പ്രത്യേകിച്ച് ക്യാൻസറിന്. ക്യാൻസർ സൈക്കോ ലിങ്ക്ഡ് ആണ്. നല്ലൊരു ശതമാനം ക്യാൻസറുകളും സൈക്കോളജിക്കലി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് മനസ്സിലെ പക വെച്ചോണ്ടിരിക്കരുത്. അത് കളയാൻ വേണ്ടിയിട്ട് ക്ഷമ പറയുകയും ക്ഷമ കൊടുക്കുകയും ചെയ്യുക. ഇത് ഞങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു ഇതാണ്. അത് എഴുതി കൊടുക്കും. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ക്ഷമ കൊടുക്കലുണ്ട്. പോരാ, എണ്ണി പറയണം. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മറ്റുള്ളവർ എന്നോട് ചെയ്ത തെറ്റുകൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. സ്വന്തം അമ്മയോട്, പെറ്റമ്മയോട് പറയണം. ഭാര്യ ഭർത്താവിനോട് പറയണം. ഭർത്താവ് ഭാര്യയോട് പറയണം. അച്ഛനോട് പറയണം. ആദ്യം അമ്മ, രണ്ടാമത് അച്ഛൻ, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കളോട്, സ്വന്തക്കാരോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, വിരോധികളോട്, ഇവരോടെല്ലാം എണ്ണി ക്ഷമ പറയുകയും ക്ഷമ കൊടുക്കുകയും ചെയ്യുകയും ഇഷ്ടദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ നിറക്കുകയും ചെയ്യണം. ഇത് കൂടിയേ കഴിയൂ. ഇന്നത്തെ കാലത്ത് ഇത് കൂടിയേ കഴിയൂ. ഇതൊരു മെഡിസിനേക്കാളും ഈ ഭൂമിയിൽ ഇന്ന് ഇറങ്ങിയിട്ടുള്ള ഏത് ആയുർവേദ, ഹോമിയോ, യുനാനി, സിദ്ധ, ആധുനിക ചികിത്സാ ശാസ്ത്രം, ഇതിലെല്ലാമുള്ള ഏത് മരുന്നിനേക്കാളും ഗുണകരമായ ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഈ ക്ഷമ പറയലും ക്ഷമ കൊടുക്കലും സ്നേഹം നിറയ്ക്കലും, ഇഷ്ടദൈവത്തിന്റെ സ്നേഹം നിറച്ചോളൂ. ഇഷ്ടദൈവത്തിന്റെ സ്നേഹം. ഇനി ദൈവവിശ്വാസി അല്ലെങ്കിൽ സ്നേഹം നിറച്ചോളൂ. എവിടെന്നെങ്കിലും ഉള്ള സ്നേഹം നിറച്ചോളൂ. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം വന്ന് എൻ്റെ ഉള്ളിൽ നിറയട്ടെ എന്ന് സങ്കല്പിച്ചോളൂ. ഈശ്വര വിശ്വാസം വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പൊ അത് വേണ്ടതാണ്. അതിന് ചില പർപ്പസ് ഉണ്ട്. അത് എന്തിനാ വളരെ ബുദ്ധിയുള്ളവർ, നമ്മളെക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യ സമൂഹം സൃഷ്ടിച്ചതാണ് ദേവാലയങ്ങൾ. അവിടെ ചെന്ന് നിന്ന് ആവശ്യങ്ങൾ പറഞ്ഞിട്ട് കിട്ടിയില്ല എന്ന ഒറ്റ കാരണത്തിൽ ദേവാലയം തള്ളിക്കളയരുത്. ആവശ്യങ്ങൾ ചോദിച്ചതാണ് തെറ്റ്. അവിടെ ചെന്ന് ചോദിച്ചു വാങ്ങേണ്ട ഒരു വരമുണ്ട്. അത് ഇഷ്ട ദൈവത്തിന്റെ സ്നേഹമാണ് എന്ന് മനസ്സിലാക്കി ആ മനസ്സിന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു പരിശുദ്ധി നിലവിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളും കൂടി ഉണ്ടായാൽ ഒരു ഭയവും വേണ്ട. സുഖമായി ഇവിടെ ജീവിക്കാം. മുഴകളെ കണ്ടിട്ട് നീക്കുകയും വേണ്ട. ആവശ്യത്തിനുള്ള ചെറിയ ഹോമിയോ മരുന്നുകളും ഒക്കെ കഴിച്ചോളൂ. ഒരു രക്ഷയില്ലെങ്കിൽ ആയുർവേദത്തിലെ കഷായങ്ങൾ തുടർച്ചയായി അധിക നാൾ കഴിക്കരുത്. ഒരു നിശ്ചിത പീരീഡ്, സേ 1 month അല്ലെ 2 months മതി. അതിനപ്പുറത്തേക്ക് കഷായം കഴിക്കരുത്. ഹോമിയോ മരുന്നുകൾ നിങ്ങൾക്ക് കഴിക്കാം. അത് സ്പിരിറ്റിലായതുകൊണ്ട് ശരീരം പെട്ടെന്ന് ആ മെഡിസിൻ എടുക്കും. അതിന് പ്രിസർവേറ്റീവ്സ് ഇല്ല. സ്പിരിറ്റ് ആസ് ഇറ്റ് ഈസ് പ്രിസർവേറ്റീവ് ആണ്. അത് പെട്ടെന്ന് കോശങ്ങളിലെത്തും, ബ്രെയിനിലെത്തും. അതുകൊണ്ട് സ്പീഡ് ആക്ഷൻ ആണ്. അതുകൊണ്ട് നല്ല ഹോമിയോ ഡോക്ടർമാരെ കണ്ടിട്ട് വിശദമായ സിംറ്റംസ് പറഞ്ഞ് ഉണ്ടാവുന്ന മരുന്നുകൾ കഴിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇനി സംശയങ്ങൾക്കുള്ള സമയമാണ്. ചോദിക്കാം. ഓക്കെ, താങ്ക് യു സർ. നമ്മുടെ വാനപ്രസ്ഥം കോഴ്സിന്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ സാറിന്ന് സംസാരിച്ചു. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, അതറിയാത്ത പലർക്കും ഇതൊരു വ്യത്യസ്തമായ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. വളരെ ഉപകാരപ്രദവും അതുപോലെ വേറെ എവിടെ നിന്നും നമുക്ക് കിട്ടാത്തതുമായ അറിവുകളാണ് സാറിന്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തന്നെ ടീച്ചറെ രണ്ടാം ശനിയാഴ്ച, അതായത് മെയ് 2ാം ശനിയാഴ്ച വാനപ്രസ്ഥത്തിന്റെ ഒരു കോഴ്സ് എറണാകുളത്ത് വൈറ്റിലിയിൽ ആരംഭിക്കുന്നുണ്ട്. വാനപ്രസ്ഥം കോഴ്സ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ അതിൽ ചേരാവുന്നതാണ്. പരമാവധി ആളുകൾ ചേർന്ന് പഠിക്കണം. ഒരാളിന്റെ നിർദ്ദേശം അനുസരിച്ചല്ല നമ്മളുടെ ശരീരത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അവരവര് ബോധ്യപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, തീർച്ചയായും സാർ. അത് ഞങ്ങളെല്ലാവരും വാനപ്രസ്ഥം കോഴ്സ് കഴിഞ്ഞ പലരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്.
അപ്പൊ ആ ചേഞ്ച് എന്താണെന്ന് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇത് കാണുന്ന ഓരോ വ്യക്തികളും ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നമ്മളുടെ ചാനലിൽ തന്നെ കമന്റിൽ കൊടുക്കാം. ഞങ്ങളെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. എറണാകുളത്ത് വെച്ചിട്ടാണ് ശനിയാഴ്ചകളിൽ നടത്തുന്നു. അപ്പൊ അതിന് വേണ്ടവര് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇനി സംശയങ്ങൾ ദില്ലി ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാണ്. അതെ അതെ, ഡില്ലിസ് ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം. സംശയങ്ങൾ ചോദിക്കട്ടെ. സർ, നമ്മള് ഇപ്പൊ കുക്കുംബറിന് പകരം ഓർഗാനിക് തണ്ണിമത്തൻ കുഴപ്പമില്ലല്ലോ? ഓർഗാനിക് തണ്ണിമത്തനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിന്റെ വെള്ളയും കൂടി അതിന്റെ വെള്ളം എടുക്കണം. അതിന്റെ വെള്ളം കൂടി എടുക്കണം. ആ ചുവപ്പ് ഭാഗം മാത്രം എടുത്താൽ പോരാ. പുറത്തെ തൊലി മാങ്ങ ചെത്തുന്ന പോലെ ചെത്തിക്കളഞ്ഞിട്ട് ആ വെള്ളയിലെ വെള്ളവും കൂടി എടുക്കണം. അങ്ങനെയാണ് എടുക്കണം. നമുക്ക് അസീസിന്ന് തണ്ണിമത്തൻ കിട്ടുന്നുണ്ടോ ഓർഗാനിക്? ഓക്കെ സാർ, പിന്നെ ഇന്നൊരു മറ്റേ ഒരു ഇതിൽ പറഞ്ഞില്ലേ, നമ്മൾക്കൊരു മെഡിസിൻ എന്താ, എനിക്ക് എന്റെ പേര് മറന്നുപോയി, ഹോമിയോ മരുന്നുണ്ടാക്കിയിട്ട് എന്തോ ലീഫ് കിട്ടാത്തവർക്ക് മരുന്ന് ഹോമിയോ ആക്കി തരുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് എങ്ങനെ കിട്ടാനുള്ള ഒരു സാധ്യത? ഏതാണ്? എന്ത് മരുന്ന്? കുടവനല്ലേ? കുടവന, അങ്ങനെ എന്തോ ഒരു ലീഫിന്റെ പേര് പറഞ്ഞു. ഇതാണ് അയ്യമ്പാല. അയ്യമ്പാല. അതൊന്നും ഇവിടെ കിട്ടാനില്ല. ബാക്കി അഗത്തിച്ചീരയൊക്കെ പിന്നെ അസീസിന്ന് കിട്ടി. ഈ ലീഫ് കിട്ടാ, ഞങ്ങളൊക്കെ ഈ ഫ്ലാറ്റുകളിൽ എറണാകുളം ടൗണിൽ താമസിക്കുന്നവർക്ക് ലീഫ് കിട്ടാൻ അയ്യമ്പാലയുടെ മരുന്ന് എടുക്കാറായിട്ടുണ്ട്. ഉടനെ തന്നെ ഇതാക്കി മെഡിസിൻ ആക്കി തരാം. അയ്യമ്പാന സ്പിരിറ്റിനകത്ത് ഇട്ടു. അത് എടുക്കേണ്ട ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഉടനെ എടുക്കാം. ഓക്കെ. അൾസറിനുള്ള മരുന്നാണ്. ഒരുപാട് അതായത് വയറ്റിലെ അൾസറിനുള്ള മരുന്ന്. അൾസർ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആണെങ്കിൽ കഴിക്കാമല്ലോ അല്ലേ? അത് കഴിക്കാം. ഞാൻ സാറിനെ വന്ന് കണ്ടിരുന്നു എറണാകുളത്തെ. വന്നിരുന്നോ?